ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുവേശുവിൽ അനുഗ്രഹിക്കപ്പെട്ട മർത്തമറിയം വനിതാ സമാജാംഗങ്ങളെ, അഖില മലങ്കര മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ കേന്ദ്ര പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമേ തന്നെ ഓർപ്പിക്കട്ടെ, എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. ടെക്സ്റ്റ് ബുക്കും വിശുദ്ധ വേദ പുസ്തകവും ഒരു നോട്ട്ബുക്കും കയ്യിൽ കരുതുക. നാം പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആവശ്യമായ നോട്ടുകളും ചോദ്യങ്ങളും ഞാൻ പറയുമ്പോൾ അതും എഴുതിയെടുത്ത് പഠിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമേ തന്നെ വളരെയധികം സന്തോഷവും ദൈവാനുഗ്രഹവും നിറഞ്ഞ ഒരു സമയമായിട്ട് ഞാനിതിനെ കാണുകയാണ്. ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ ഈ വർഷവും ഈ ക്ലാസ്സുകൾ എടുക്കണമോ എന്ന് ഞാനിങ്ങനെ സന്ദേഹപ്പെട്ടിരുന്നപ്പോഴാണ് 80 വയസ്സിന് മേലെയുള്ള അമ്മച്ചിമാർ മുതൽ കുറേ പേരെന്നെ വിളിച്ച് ചോദിക്കുകയും എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വീണ്ടും ഈ ക്ലാസ്സുകൾ ഈ തവണയും കൂടി എടുക്കണം എന്നുള്ള ഒരു ദൈവികമായിട്ടുള്ള പ്രചോദനം എനിക്കുണ്ടായത്. അങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന, എന്നോട് വീണ്ടും വിളിച്ച് അന്വേഷിക്കുകയും ക്ലാസ്സുകൾ എങ്ങനെയുണ്ട് എന്ന് പറയുകയും ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ അമ്മച്ചിമാരെയും, ആൻറ്റിമാരെയും, ചേച്ചിമാരെയും, അനിയത്തിമാരെയും ഒക്കെയും ഓർക്കുന്നു. നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ് അധ്യായം 1, ഒന്നാമത്തെ അധ്യായം നാം തുടങ്ങുകയാണ്. പേജ് നമ്പർ 6, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 6 അനുതാപ സങ്കീർത്തനങ്ങൾ, സാംസ് ഓഫ് റിപ്പൻറ്റൻസ്, ആമുഖം അഥവാ ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ ക്ലാസ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ഒരു അവതാരിക അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് അനുതാപ സങ്കീർത്തനങ്ങൾ എന്താണ് എന്ന് പറയുന്നു. അടുത്തതായിട്ട് അനുതാപം എന്ന പദം, വിവിധ ഭാഷകളിലുള്ള അനുതാപം എന്ന പദത്തിൻ്റെ വിവിധ വേർഡുകൾ നാം കാണുന്നു. അതോടൊപ്പം തന്നെ അനുതാപ സങ്കീർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്നും അനുതാപ സങ്കീർത്തനങ്ങളുടെ തിയോളജിക്കൽ ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ കാലികമായ പ്രസക്തിയും ഈ അനുതാപ സങ്കീർത്തനങ്ങളുടെ ആധ്യാത്മിക വ്യാഖ്യാനങ്ങൾ, പഴയ നിയമം, പുതിയ നിയമം, അപ്പോസ്തല പ്രവൃത്തികൾ, ഇവയിലൊക്കെ അനുതാപ സങ്കീർത്തനങ്ങളെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്, ഇതാണ് പ്രധാനമായിട്ട് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് തന്നെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നു എന്താണ് സങ്കീർത്തനങ്ങൾ. അതാണ് ഒന്നാമത്തെ ലൈനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണ് സങ്കീർത്തനങ്ങൾ? മനുഷ്യ ഹൃദയത്തിൻ്റെ ദൈവത്തോടുള്ള തുറന്ന സംഭാഷണം, ഒരു ഓപ്പൺ കോൺവെർസേഷനാണ് സങ്കീർത്തനങ്ങൾ എന്ന്. നമ്മൾ സങ്കീർത്തനങ്ങൾ ധ്യാനിക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാം, മറ്റ് വേദപുസ്തക ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സങ്കീർത്തനം എന്ന് പറയുന്നത് ഒരു സംഭാഷണ ശൈലിയിലാണ്. ദൈവവുമായിട്ട് നേരിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു രീതിയിലാണ്. ഇപ്പോൾ ഓരോ സങ്കീർത്തനങ്ങൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും വിഷമിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ ധ്യാനാത്മകമായിട്ട് നാം ഇരിക്കുമ്പോഴൊക്കെ സങ്കീർത്തനങ്ങളാണ് കൂടുതലും നാം ഉപയോഗിക്കുന്നത്. കാരണം അത് ദൈവവുമായിട്ടുള്ള ഒരു ടോക്ക് എന്നുള്ള ഒരു സംഭാഷണം എന്നുള്ള ഒരു ഫീലിങ്ങിലാണ് അത് പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യ ഹൃദയത്തിൻ്റെ ദൈവവുമായിട്ടുള്ള തുറന്ന ഒരു സംഭാഷണമായിട്ടാണ് സങ്കീർത്തനത്തെ ഇവിടെ പറയുന്നത്. അതുപോലെ സങ്കീർത്തന പുസ്തകത്തിൻ്റെ പൊതുവായ തലക്കെട്ട് സൂചിപ്പിക്കുന്ന ഒരു വാക്ക് ഇവിടെ പറയുന്നുണ്ട്. അതൊരു എബ്രായ പദമാണ്, തെഹില്ല. തെഹില്ല എന്ന എബ്രായ പദമാണ് ഇവിടെ സങ്കീർത്തന പുസ്തകത്തിൻ്റെ പൊതുവായ തലക്കെട്ടായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി ഇതിൻ്റെ മീനിങ് സ്തുതിഗീതങ്ങൾ അഥവാ സ്തോത്രഗാനങ്ങൾ. ഇനി മുന്നോട്ട് നാം പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെ മീനിങ്ങുകൾ പല വേർഡുകളുടെയും കാണുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒരു 2-3 പേജ് ഈ മീനിങ്ങുകൾ എല്ലാം കൂടി ഒരുമിച്ചൊന്ന് എഴുതി വെച്ച് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഓരോ അധ്യായത്തിൽ നിന്നും കിട്ടുന്ന മീനിങ്ങുകൾ മാത്രമായിട്ട് അവിടെ എഴുതുക. അതോടൊപ്പം തന്നെ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒത്തിരി കൊട്ടേഷൻസ്, പല പിതാക്കന്മാരുടെയും കൊട്ടേഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഒരു മെസ്സേജ് എനിക്ക് ഉണ്ടായിരുന്നു, എന്നോട് ചോദിച്ചു ഈ കൊട്ടേഷൻസ് ഒക്കെ പഠിക്കണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതും
മീനിങ് എഴുതുന്നത് പോലെ തന്നെ മറ്റൊരു പേജിൽ 2-3 പേജ് എടുത്ത് ഈ കൊട്ടേഷൻസുകൾ എല്ലാം ആര് പറഞ്ഞു എന്നുള്ളത് ഒന്ന് വ്യക്തമായിട്ട് എഴുതി ഒരുമിച്ച് ഇട്ട് പഠിച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ സങ്കീർത്തന പുസ്തകത്തിൻ്റെ പൊതുവായ തലക്കെട്ട് അതിൻ്റെ എബ്രായ പദമാണ് തെഹില്ല. തെഹില്ലയുടെ മീനിങ് എന്ന് പറയുന്നത് സ്തുതിഗീതങ്ങൾ അഥവാ സ്തോത്രഗാനങ്ങൾ എന്നാണ്. ഇനി ആ 1-ാമത്തെ പാരഗ്രാഫിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാംസ്, പലതരത്തിലുള്ള സങ്കീർത്തനങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഈ സങ്കീർത്തനത്തിൽ തന്നെ പല സങ്കീർത്തനങ്ങളും പല ആസ്പെക്റ്റുകളിലാണ് കാണുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് സ്തുതിഗീതങ്ങൾ, പ്രൈസ് ആൻഡ് വർഷിപ്പ് ആയിട്ടുള്ള സങ്കീർത്തനങ്ങൾ, നമുക്ക് യഹോവയിൽ നിന്ന് ഞാൻ സ്തുതിക്കുന്നു എന്നുള്ള തരത്തിലുള്ള സങ്കീർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, അതായത് സ്തുതിഗീതങ്ങൾ. രണ്ടാമത്തേത് അപേക്ഷകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപേക്ഷകൾ, ദൈവത്തോടുള്ള യാചനകളും പ്രാർത്ഥന അപേക്ഷകളുമായിട്ട് കാണാൻ സാധിക്കും. മൂന്നാമതായിട്ട് രാജകീയ സങ്കീർത്തനങ്ങൾ, റോയൽ സാംസ്. നമുക്കറിയാം സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണ് അത്. അപ്പോൾ അങ്ങനെ ഒരു രാജകീയമായ തലത്തിലുള്ള സങ്കീർത്തനങ്ങളായിട്ടും കാണാൻ സാധിക്കും. പിന്നീടുള്ളത് അനുതാപ സങ്കീർത്തനങ്ങൾ. 7 അനുതാപ സങ്കീർത്തനങ്ങളാണ് ഉള്ളത്. പ്രധാനമായിട്ട് 6, 32, 38, 51, 102, 130, 143 എന്നിങ്ങനെ 7 അനുതാപ സങ്കീർത്തനങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാംസ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ 1 സ്തുതിഗീതങ്ങൾ, 2 അപേക്ഷകൾ, 3 രാജകീയ സങ്കീർത്തനങ്ങൾ, 4 അനുതാപ സങ്കീർത്തനങ്ങൾ. ഇങ്ങനെ ഈ എല്ലാ സങ്കീർത്തനങ്ങൾക്കും കൊടുത്തിരിക്കുന്ന ഒരു നിറം എന്ന് പറയുന്നത് അനുതാപത്തിൻ്റെതായിട്ടുള്ള ഒരു ഭാവമാണ് എല്ലാ സങ്കീർത്തനങ്ങൾക്കും പൊതുവായി ഉള്ള ഒരു നിറമെന്ന് പറയുന്നത്. എന്നാൽ അതിൽ സ്പെസിഫിക് ആയിട്ട് ഈ 7 സങ്കീർത്തനങ്ങളെയാണ് അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ 7 സങ്കീർത്തനങ്ങളുടെയും ഏത് അധ്യായമാണ് എന്നുള്ളത് അത് കാണാതെ പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത 2-ാമത്തെ പാരഗ്രാഫിലേക്ക് നാം വരുമ്പോൾ എന്താണ് സങ്കീർത്തനങ്ങൾ എന്ന് ഈ 2-3 പാരഗ്രാഫായിട്ട് നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്താണ് സങ്കീർത്തനങ്ങൾ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരു 4 പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാവുന്ന ഒരു ചോദ്യമാണ്, എന്താണ് സങ്കീർത്തനങ്ങൾ? അപ്പോൾ ഇവിടെ 2-ാമത്തെ പാരഗ്രാഫിൻ്റെ ആദ്യത്തെ ഭാഗത്ത് തന്നെ പറയുന്നു, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആത്മീയവും ഏറ്റവും ആത്മീയവും സജീവവുമായ സംവാദങ്ങളുടെ സമാഹാരമാണ് സങ്കീർത്തനം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കണ്ടതാണ് മനുഷ്യ ഹൃദയത്തിന്റെ ദൈവത്തോടുള്ള സംഭാഷണമായിട്ടാണ് സങ്കീർത്തനത്തെ കാണുന്നത്. അപ്പൊ അത് തന്നെയാണ് 1-ാമത്തെ പോയിന്റ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംവാദം, അതിന്റെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത ഒരു കുറേ സംവാദങ്ങൾ, കുറേ സംഭാഷണങ്ങൾ, ദൈവവുമായിട്ട് മനുഷ്യന്റെ കുറേ സംഭാഷണങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു സമാഹാരമായിട്ടാണ് സങ്കീർത്തനത്തെ കാണുന്നത്. ഇനി 2-ാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് അവിടെ 3-ാമത്തെ പാരഗ്രാഫിൽ പേജ് നമ്പർ 7 ആദ്യ ഭാഗത്ത് തന്നെ ഉണ്ട്, സങ്കീർത്തനങ്ങൾ പ്രാർത്ഥന മാത്രമല്ല ആത്മീയ ചികിത്സയുടെ കീർത്തനങ്ങളും കൂടിയാണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ തെറാപ്പി. അപ്പം സ്പിരിച്വൽ തെറാപ്പിയുടെ ചില കീർത്തനങ്ങളാണ്, ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ചൊല്ലല് പോലത്തെ കീർത്തനങ്ങളാണ് സ്പിരിച്വൽ തെറാപ്പിയുടെ കീർത്തനങ്ങളായിട്ടാണ് സങ്കീർത്തനത്തെ കാണുന്നത്. ഇനി 3-ാമത്തെ പോയിന്റ് ആയിട്ട് എന്താണ് സങ്കീർത്തനങ്ങൾ എന്നുള്ളത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് അനുതാപ സങ്കീർത്തനത്തെ കുറിച്ച് അവിടെ പറയുന്നു. എന്താണ് അനുതാപ സങ്കീർത്തനങ്ങൾ? ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഹൃദയ സ്പന്ദനങ്ങൾ. മലയാളത്തിൽ കുറച്ചൊരു കട്ടിയാണെങ്കിലും ഇംഗ്ലീഷിൽ വളരെ സിമ്പിൾ ആയിട്ടുണ്ട്. ഹാർട്ട് ബീറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി, സ്പിരിച്വാലിറ്റിയുടെ ഹാർട്ട് ബീറ്റ്, ആത്മീയതയുടെ ഹൃദയ സ്പന്ദനമായിട്ടാണ് അനുതാപ സങ്കീർത്തനത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി 4-ാമത്തെ പോയിന്റ് അവിടെ ലാസ്റ്റത്തെ പാരഗ്രാഫിൽ തന്നെയുണ്ട്, മനുഷ്യ ഹൃദയത്തിന്റെ എല്ലാ വികാരങ്ങളും ദൈവസന്നിധിയിൽ തുറന്നു വയ്ക്കുന്ന ആത്മീയ ഡയറി, ഒരു സ്പിരിച്വൽ ഡയറി ആയിട്ടും സങ്കീർത്തനത്തെ കാണുന്നു. അപ്പം നമുക്കറിയാം ഒരു ഡയറിയിൽ നമുക്ക് നമ്മുടേതായ പേഴ്സണൽ ആയിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഒക്കെയാണ് നമ്മൾ ഒരു ഡയറിയിൽ എഴുതി വെക്കുന്നത് നമ്മുടെ സെക്യുലർ ആയിട്ടുള്ള വേൾഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. എന്നാൽ അതുപോലെ ആത്മീയമായിട്ടുള്ള നമ്മുടെ ഉള്ളിലെ സംഘർഷങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ എല്ലാം ദൈവവുമായിട്ടുള്ള നമ്മുടെ സംഭാഷണങ്ങളും ഒക്കെയും നമ്മൾ എഴുതി വെക്കുന്ന ഒരു ആത്മീയ ഡയറി ആയിട്ടാണ്
സങ്കീർത്തനത്തെ ഇവിടെ കാണുന്നത്. അങ്ങനെ 4 പോയിന്റുകളാണ് എന്താണ് സങ്കീർത്തനങ്ങൾ എന്ന ഒരു ചോദ്യത്തിന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ എല്ലാ മാനുഷിക വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ദൈവസന്നിധിയിൽ അവതരിപ്പിക്കുവാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് സങ്കീർത്തനത്തെ ഇവിടെ വരച്ചു കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ എങ്ങനെ ദൈവസന്നിധിയിൽ നമുക്ക് അവതരിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നു. പലപ്പോഴും മാനുഷികമായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഈ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ചില വാക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണോ എന്ന് പോലും നമ്മൾ തോന്നിപ്പോവും. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങൾ നമ്മൾ ചില നിമിഷങ്ങളിൽ പ്രയാസപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഒരു അത്രമാത്രം നമ്മൾ എന്താ ഒരു സഹായമില്ലാത്ത അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ ഇരിക്കുമ്പോഴൊക്കെ ദൈവത്തോടുള്ള അപേക്ഷകളൊക്കെ നാം കാണുമ്പോൾ, ചില സങ്കീർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന അങ്ങനെയാണ് എല്ലാ മാനുഷിക വികാരങ്ങളെയും ദൈവസന്നിധിയിലേക്ക് തുറന്നു വെക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ടാണ് ഈ സങ്കീർത്തനത്തെ ഇവിടെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് എന്താണ് അനുതാപ സങ്കീർത്തനം എന്ന് സ്പെസിഫിക് ആയിട്ട് ഇവിടെ 3rd പാരഗ്രാഫിന്റെ ലാസ്റ്റിലേക്ക് പറയുന്നു എന്താണ് അനുതാപ സങ്കീർത്തനങ്ങൾ. മനുഷ്യൻ തന്റെ പാപാവസ്ഥയെ തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ ആശ്രയിച്ച് നിലവിളിക്കുന്ന പ്രാർത്ഥനകളായിട്ടാണ് അനുതാപ സങ്കീർത്തനത്തെ കാണുന്നത്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മനുഷ്യൻ തന്റെ പാപാവസ്ഥയെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴേക്ക് നമുക്കൊരു വെപ്രാളമാണ്, ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്താണ് ഞാൻ ചെയ്യുന്നത്, ആരെയാണ് ഞാൻ ആശ്രയിക്കേണ്ടത്. അപ്പോഴവിടെ നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു ആശ്രയം എന്ന് പറയുന്നത് ദൈവം മാത്രമാണ്. അങ്ങനെ ദൈവകൃപയിൽ ആശ്രയിച്ച് നിലവിളിക്കുന്ന പ്രാർത്ഥനകളായിട്ടാണ് സങ്കീർത്തനത്തെ നാം പലപ്പോഴും കാണുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ കുമ്പസാരത്തിലൊക്കെയും കുമ്പസാരത്തിന് ശേഷം അല്ലെങ്കിൽ കുമ്പസാര സമയത്ത് നമ്മൾ അനുദപിച്ച് പട്ടക്കാരൻ്റെ മുന്നിൽ നമ്മൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോഴൊക്കെ പട്ടക്കാരൻ നമ്മളോട് പറയാറുണ്ട്, അച്ഛന്മാർ പറയാറുണ്ട്, പോയി ഇന്ന സങ്കീർത്തനം വായിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ആ ദൈവകൃപയിൽ ആശ്രയിച്ച് നിലവിളിക്കുന്ന പ്രാർത്ഥനകളായിട്ടാണ് അനുതാപ സങ്കീർത്തനത്തെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് അനുതാപം എന്ന പദം എന്ന വേർഡ്, അതിൻ്റെ ഡിഫറെൻറ്റ് മീനിങ് ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണ് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇവിടെ പ്രധാനമായിട്ടും എബ്രായ ഭാഷയിലും സുറിയാനി പദവും ഗ്രീക്ക് പദം, ഇങ്ങനെ 3 പദങ്ങളിലാണ് ഇവിടെ കാണുന്നത്. ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് എബ്രായ ലാംഗ്വേജിൽ 2 പദമാണ് അനുതാപത്തെ സൂചിപ്പിക്കുന്നത്. ഒന്ന് ശൂബ്, 2 നാഗം. ശൂബ്, ഒന്നാമത്തേത് ശൂബ് എന്ന എബ്രായ പദം അത് അനുതാപത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള അർത്ഥം എന്ന് പറയുന്നത് മടങ്ങി വരിക, തിരിഞ്ഞു വരിക, കം ബാക്ക് അല്ലെങ്കിൽ റിട്ടേൺ. അതാണ് ശൂബ് എന്ന പദം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തിൽ നിന്നുള്ള മടങ്ങി വരവാണ്? പാപത്തിൽ നിന്ന് മടങ്ങി വരിക, അല്ലെങ്കിൽ തിരിഞ്ഞു വരിക, അല്ലെങ്കിൽ ദൈവബന്ധം പുതുക്കുക, റിട്ടേൺ ടു ഗോഡ്, ദൈവബന്ധത്തിലേക്ക്, ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരിക എന്നുള്ളതാണ് ഈ ശൂബ് എന്ന പദത്തിൻ്റെ അർത്ഥം വ്യക്തമാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായുള്ള മീനിങ് എന്ന് പറയുന്നത് മടങ്ങി വരിക, തിരിഞ്ഞു വരിക. ഇനി അതിൻ്റെ അർത്ഥവ്യാഖ്യാനമാണ് പറഞ്ഞത്, പാപത്തിൽ നിന്ന് തിരിഞ്ഞു വരിക അല്ലെങ്കിൽ ദൈവത്തിലേക്ക് റിട്ടേൺ ടു ഗോഡ്, ദൈവബന്ധം പുതുക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ വിവക്ഷ. ഇനി രണ്ടാമതായിട്ടുള്ള എബ്രായ പദം നാഗം എന്ന് പറഞ്ഞാൽ ഖേദിക്കുക, ദുഃഖിക്കുക അല്ലെങ്കിൽ മനസ്സലിയുക. നമ്മൾക്കുള്ള ദുഃഖം, ഉള്ളിലെ ദുഃഖത്തെയാണ് അവിടെ കാണിക്കുന്നത്. അതിൻ്റെ വിവക്ഷ അല്ലെങ്കിൽ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഖേദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ ഒരു ഹൃദയത്തിനുണ്ടാകുന്ന പരിവർത്തനം, ഒരു രൂപാന്തരം, ഒരു സ്പിരിച്വൽ റിന്യൂവൽ ആണ് അവിടെ ഈ നാഗം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശൂബ്, നാഗം എന്നീ 2 പദങ്ങളാണ് എബ്രായ പദങ്ങളായിട്ട് കാണുന്നത്. അതിൻ്റെ അർത്ഥവും അതെന്താണ്, അതുകൊണ്ടുള്ള വിവക്ഷ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥവ്യാഖ്യാനവും എന്നുള്ളത് പ്രത്യേകമായിട്ട് പഠിക്കുക. അപ്പോൾ ഒന്നാമത്തേത് ശൂബ് കണ്ടു, റിട്ടേൺ ടു ഗോഡ് അല്ലെങ്കിൽ ദൈവബന്ധം, പാപത്തിൽ നിന്ന് തിരിഞ്ഞു വന്ന് ദൈവബന്ധം പുതുക്കുക. രണ്ടാമത്തേത് നാഗം ഇതാണെങ്കിൽ ഖേദം, ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരു മനസ്സിൻ്റെ ഒരു മാറ്റം, നമുക്ക് മനസ്സിന് ദുഃഖം ഉണ്ടായി ഒരു മാനസിക പരിവർത്തനം അല്ലെങ്കിൽ ഒരു ആത്മീയ നവീകരണം ഉണ്ടാകുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സുറിയാനി പദമാണ്. അനുതാപം എന്നതിൻ്റെ സുറിയാനി പദമാണ് തൈബൂസോ എന്ന സുറിയാനി പദത്തിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ തെറ്റിൽ നിന്ന് തിരിഞ്ഞു വരിക, പാപത്തിൽ നിന്ന് എഴുന്നേൽക്കുക. അപ്പോൾ ഈ അർത്ഥങ്ങളൊക്കെയും ഒരു പേജിൽ നിങ്ങളൊന്ന് എഴുതിയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക. ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ വരുന്നില്ല എന്നൊന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ സ്ഥലത്ത് ഒരുമിച്ച് എഴുതിയിട്ടിട്ട് ഒന്ന് പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അപ്പം സുറിയാനി പദം തൈബൂസോ. ഇനി അടുത്തത് ഗ്രീക്ക് പദമാണ്. ഗ്രീക്ക് പദം
മേറ്റാനോയിയ എന്നാണ്. മേറ്റാനോയിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം മനസ്സിന്റെ മാറ്റം അഥവാ പരിവർത്തനം. ഇത് പുതിയ നിയമത്തിൽ ഒരു 20 പ്രാവശ്യം നാമമായിട്ടും 20 പ്രാവശ്യം ക്രിയയായിട്ടും ഇത് പുതിയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എബ്രായ പദം 2 കണ്ടു, ശൂബ് നാഗം, സുറിയാനി പദം തൈബൂസോ, അതുപോലെ തന്നെ ഗ്രീക്ക് പദം മേറ്റാനോയിയ എന്നീ അർത്ഥങ്ങളാണ് അനുതാപം എന്നുള്ള പദത്തിൽ നിന്ന് നാം കാണുന്നത്. ഇനി അടുത്തത് പേജ് നമ്പർ 8 പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. സോ അനുതാപത്തിനെ നമുക്ക് 2 തലത്തിലാണ് വീക്ഷിക്കേണ്ടത്. എന്തൊക്കെയാണ് നമ്മളിപ്പം ഈ മീനിങ്ങുകളൊക്കെ കണ്ടതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്ന്, നമ്മൾ പാപത്തിൽ നിന്ന് നമുക്കൊരു തിരിഞ്ഞ് വരവ് അല്ലെ, പാപമാണ് ചെയ്തതെന്ന് മനസ്സിലാക്കി പാപത്തിൽ നിന്നുള്ള തിരിഞ്ഞോടൽ. ഇനി എങ്ങോട്ടാണ് ഈ തിരിഞ്ഞോടേണ്ടത്? പാപത്തിൽ നമ്മൾ തിരിഞ്ഞോടുന്നത് എങ്ങോട്ടേക്കാണ്? ലോകത്തിലേക്കല്ല, മറിച്ച് ദൈവത്തിങ്കിലേക്കുള്ള റിട്ടേൺ ടു ഗോഡ്, ദൈവത്തിങ്കിലേക്കുള്ള ഒരു മടങ്ങി വരവ്. ഇങ്ങനെ 2 തലത്തിൽ അനുതാപം ഏതൊക്കെ തലത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്? പാപത്തിൽ നിന്നുള്ള തിരിഞ്ഞോടലും അതോടൊപ്പം തന്നെ ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവുമായിട്ടാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇവിടെ ഒന്നാമത്തെ കൊട്ടേഷൻ, ഈ ബുക്കിലുള്ള ഒന്നാമത്തെ കൊട്ടേഷനാണ് അവിടെ അടുത്തതായിട്ട് കാണുന്നത്. ആര് പറഞ്ഞു, അല്ലെങ്കിൽ അതൊന്ന് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ്, അദ്ദേഹം അനുതാപത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അനുതാപം പാപിക്ക് ശിക്ഷയല്ല, പാപിയുടെ രക്ഷയുടെ വാതിലാണ്. അത് വീണവനെ നശിപ്പിക്കുന്നില്ല, മറിച്ച് അവനെ വീണ്ടും ഉയർത്തുന്നു. അപ്പോൾ അനുതാപം, ഇത് ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അനുതാപം പാപിക്ക് ശിക്ഷയല്ല, മറിച്ച് പാപിയുടെ രക്ഷയുടെ വാതിലാണ്. അപ്പം അതൊന്ന് നോട്ട് ചെയ്തോളൂ. സ്വർണ്ണനാവുകാരനായ മാർ ഇവാനിയോസ് ആണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സഭാപിതാക്കന്മാരുടെ വീക്ഷണത്തെക്കുറിച്ചാണ് ഇവിടെ പ്രധാനമായിട്ട് കാണുന്നത്. സഭാപിതാക്കന്മാർ എങ്ങനെയാണ് അനുതാപത്തെ വീക്ഷിക്കുന്നത്? പ്രധാനമായിട്ടും അനുതാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയെയല്ല, തെറ്റും ശരിയും തിരിച്ചറിഞ്ഞുള്ള നീതി പ്രവർത്തിക്കുന്ന ദൈവത്തെ അല്ല അവിടെ കാണുന്നത്, മറിച്ച് ഇവിടെ കാണുന്നത് ദൈവകരുണയുടെ ആഴമാണ്. ഈ സഭാപിതാക്കന്മാരുടെ വീക്ഷണത്തിൽ ഈ അനുതാപം എന്നുള്ളത് കാണിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള നീതിയല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണ. നമുക്കറിയാം, ധൂർത്തപുത്രന്റെ ഉപമയിൽ അത്രമാത്രം തെറ്റ് ചെയ്തു പോയ മകനാണെങ്കിൽ പോലും അനുദപിച്ചു മടങ്ങി വന്നപ്പോൾ ദൈവം എത്രമാത്രം സ്നേഹത്തോടെ കരുണയോടെയാണ് അവിടെ സ്വീകരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ ദൈവകരുണയുടെ ആഴമാണ് ഈ അനുതാപം നമ്മെ വെളിപ്പെടുത്തുന്നത്. അപ്പം ദൈവത്തിൻ്റെ കരുണ. അതുപോലെ തന്നെ ഇവിടെ അടുത്തതായിട്ട് പറയുന്ന ഒരു കൊട്ടേഷൻ, രണ്ടാമത്തെ കൊട്ടേഷൻ സെയിന്റ് അഗസ്റ്റിൻ പറയുന്നതാണ്. സെയിന്റ് അഗസ്റ്റിൻ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു കൃതി, അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോളുക. ആ കൃതിയുടെ പേരാണ് എനറേഷ്യോനസ് ഇൻ സാൽമോസ് എന്ന ഒരു കൃതിയാണ്. അതൊന്ന് ശ്രദ്ധിച്ചോളുക. അദ്ദേഹത്തിൻ്റെ ഒരു രചനയാണ് ഈ പുസ്തകത്തിന്റെ പേര് എനറേഷ്യോനസ് ഇൻ സാൽമോസ് എന്ന ബുക്കിൽ അദ്ദേഹം പറയുന്നത്, സങ്കീർത്തനം ദാവീദിന്റെ മാത്രം ശബ്ദമല്ല, അവ സഭയുടെ ശബ്ദമാണ്. കാരണം ദാവീദ് രാജാവ് രചിച്ചത് എന്ന് പറയുമ്പോഴും സഭയുടെ എല്ലാ സഭാംഗങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അപേക്ഷകൾ ചൊല്ലുകയും ചെയ്യുന്ന ഒരു ശബ്ദമാണ് സങ്കീർത്തനത്തിലേക്ക് നാം കാണുന്നത്. പാപം തിരിച്ചറിഞ്ഞ എല്ലാ ആത്മാക്കളുടെയും നിലവിളിയാണ് എന്നാണ് സെയിന്റ് അഗസ്റ്റിൻ അദ്ദേഹത്തിന്റെ കൃതിയിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള അനുതാപ സങ്കീർത്തനങ്ങളുടെ പട്ടിക, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 7 അനുതാപ സങ്കീർത്തനങ്ങളാണ് ഉള്ളത്. വീണ്ടും അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, അത് എഴുതിയിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ കുറച്ചൊരു വ്യത്യാസം അവിടെ പറയുന്നത്, അനുതാപ സങ്കീർത്തനങ്ങൾ വിശുദ്ധ സഭയിൽ 7 സങ്കീർത്തനങ്ങളാണ് പറയുന്നത് എങ്കിലും പാമ്പാക്കുട നമസ്കാരത്തിൽ കുറച്ചൊരു വ്യത്യാസമായിട്ട് പറയുന്നു. 129, 142 സങ്കീർത്തനങ്ങളാണ് അനുതാപ സങ്കീർത്തനങ്ങളായിട്ട് കാണിക്കുന്നത് എങ്കിലും ഇംഗ്ലീഷ് ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിള് അതിനകത്ത് കാണുന്നത് 106, 31, 37, 50, 101, 129, 142 സങ്കീർത്തനങ്ങളായിട്ടും RSV ട്രാൻസ്ലേഷനിലാണെങ്കിലും കുറച്ച് വ്യത്യാസമായിട്ടും കാണുന്നു. എന്നാൽ പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്ത് ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത് 7 സങ്കീർത്തനങ്ങൾ, മുൻപേ സൂചിപ്പിച്ച 7 സങ്കീർത്തനങ്ങളാണ് നമ്മൾ അനുതാപ സങ്കീർത്തനമായിട്ട് കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണുവാനുള്ളത് അനുതാപ സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്ര
ഘടന എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് 4 പോയിന്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചോളുക, ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റുപറച്ചിൽ അഥവാ കുംഭസാരം, രണ്ടാമത് ശാരീരികവും ആത്മീയവുമായ വേദന, മൂന്നാമത് ദൈവകരുണയിലേക്കുള്ള അഭയം, നാലാമത് പുതിയ സൃഷ്ടിയാകുമെന്നുള്ള പ്രത്യാശ. ഈ 4 പോയിന്റുകളാണ് അനുതാപ സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്ര ഘടനയായിട്ട് അല്ലെങ്കിൽ തിയോളജിക്കൽ സ്ട്രക്ചറായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഏറ്റുപറച്ചിൽ അഥവാ കുംഭസാരം, കൺഫെഷൻ ഓഫ് സിൻസ്. അപ്പം അനുതാപ സങ്കീർത്തനങ്ങളുടെ ആദ്യ ഘട്ടം തന്നെ പാപങ്ങളെക്കുറിച്ചുള്ള പാപത്തിന് സത്യസന്ധമായ ഏറ്റുപറച്ചിലാണ്. നമുക്ക് പ്രത്യേകമായിട്ട് അതറിയാവുന്നതാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു തിയോളജിക്കൽ സ്ട്രക്ചറായിട്ട് തന്നെ കാണുന്നത്. അനുതാപത്തിൻ്റെ ആദ്യ ഭാവം തന്നെ ഏറ്റുപറച്ചിൽ അഥവാ കുംഭസാരമാണ്. ഇനി ഇവിടെ ഈ ഓരോ പോയിന്റിനും ഓരോ സങ്കീർത്തനങ്ങളുടെ റെഫറൻസുകൾ പറയുന്നുണ്ട്. അത് പ്രത്യേകമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. ഈ ഒന്നാമത്തെ പോയിന്റിന് കുംഭസാരത്തിന് ഇവിടെ പറയുന്ന റെഫറൻസ് 51-ാം സങ്കീർത്തനം 3-ാമത്തെ അധ്യായം. നമുക്കൊക്കെയും വളരെ പരിചിതമായ ഒരു സങ്കീർത്തനമായിരിക്കും, പലപ്പോഴും നമുക്കൊക്കെ കാണാതെ പഠിച്ചിരിക്കുന്നതായിട്ടുള്ള സങ്കീർത്തനമാണ്. അതിൽ 51-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അവിടെ ഒരു ഏറ്റുപറച്ചിലാണ്, ഒരു അനുതാപത്തോടു കൂടിയുള്ള ഏറ്റുപറച്ചിൽ. ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് സമ്മതിക്കുന്നു. അപ്പോൾ പാപം ചെയ്തു പോയി എന്ന് സമ്മതിക്കുന്ന ഒരുവനെയാണ് ഇവിടെ കാണുന്നത്. ഇനിയും ഇവിടെയും ഒരു കൊട്ടേഷൻ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് വിശുദ്ധ വലിയ മാർ ബസേലിയൂസ് പറഞ്ഞിരിക്കുന്നതായ കൊട്ടേഷൻ: ദൈവം പാപം അറിയാത്തവനെ അന്വേഷിക്കുന്നില്ല, പാപം സമ്മതിക്കുന്നവനെയാണ് അവൻ അന്വേഷിക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവം എപ്പോഴും പാപത്തെ സമ്മതിക്കുന്ന അല്ലെങ്കിൽ താൻ ചെയ്തു പോയ തെറ്റിനെ തിരിച്ചറിയുന്ന വ്യക്തിയെയാണ് അന്വേഷിക്കുന്നത് എന്നാണ് ഇവിടെ വലിയ മാർ ബസേലിയോസ് പറഞ്ഞിരിക്കുന്നതായിട്ട് കൊട്ടേഷൻ നൽകുന്നു. ഇനി അടുത്തതായിട്ട് പേജ് നമ്പർ 9 ആദ്യത്തെ പാരഗ്രാഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 2 ചോദ്യങ്ങളാണ്. ഒന്ന്, രക്ഷയ്ക്ക് തടസ്സം എന്ത്? 2, കൃപയുടെ വാതിൽ തുറക്കുന്നത് എന്ത്? അപ്പം ഒന്നാമത്തെ കാര്യം, രക്ഷയ്ക്ക് തടസ്സം, നമുക്കുള്ള രക്ഷയ്ക്ക് തടസ്സമായി നിൽക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ദൈവസന്നിധിയിലുള്ള സ്വയം ന്യായീകരണമാണ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് നമുക്ക് ചുങ്കക്കാരൻ്റെയും പരീക്ഷൻ്റെയും കഥ നമുക്കറിയാവുന്നതാണ്. അവിടെ പരീക്ഷൻ്റെ സ്വയം ന്യായീകരണം അവിടെ അദ്ദേഹത്തിൻ്റെ രക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ സ്വയം ന്യായീകരണം നടത്തുന്നത് രക്ഷയ്ക്ക് തടസ്സമാണ്. എന്നാൽ കൃപയുടെ വാതിൽ തുറക്കുന്നത് എപ്പോഴാണ്? സത്യസന്ധമായ പാപസമ്മതം നടത്തുമ്പോഴാണ് കൃപയുടെ വാതിൽ തുറക്കുന്നതെന്നും ഇവിടെ കാണുന്നു. ഇനി രണ്ടാമത്തേതായിട്ടുള്ള പോയിന്റ്, ശാരീരികവും ആത്മീയവുമായ വേദന. അപ്പോൾ അനുതാപ സങ്കീർത്തനങ്ങളിൽ ഇവിടെ റെഫറൻസ് പറയുന്നത് സങ്കീർത്തനം 38-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യമാണ് ഇവിടെ പറയുന്നത്. എൻ്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയുമില്ല. അതായത് നമുക്ക് അനുതാപം വന്നു കഴിയുമ്പോൾ നമ്മുടെ ദേഹത്തിന് തന്നെ ഉണ്ടാകുന്നതായ ഒരു പ്രയാസത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അനുതാപ സങ്കീർത്തനങ്ങളിലൂടെ നാം പഠിക്കുമ്പോൾ അനുതാപം ഒരുവൻ യഥാർത്ഥ അനുതാപത്തിലായി കഴിഞ്ഞാൽ അവന് ശാരീരികവും ആത്മീയവുമായ വേദനയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം 38-ാമത്തെ സങ്കീർത്തനമാണ് ഇവിടെ നമുക്ക് റെഫറൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും അടുത്ത ഒരു കൊട്ടേഷൻ കാണുന്നത് നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്. അപ്പോൾ ഇവിടെ ഓരോ കൊട്ടേഷൻ പഠിക്കുമ്പോഴും ആ ഓരോരുത്തരുടെ പേരിനോട് ചേർന്നിട്ടുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ, നാസിയാൻസിലെ മാർ ഗ്രിഗോറിയോസ്, അല്ലെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് കാണാം സിറിയയിലെ മാർ അഫ്രീം, ഇങ്ങനെ അത് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് സാധ്യത ഉള്ളത് കൊണ്ട് പ്രത്യേകമായിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നത്, പാപം ആത്മാവിനെ രോഗിയാക്കുമ്പോൾ ശരീരം അതിൻ്റെ ഭാഷ സംസാരിക്കുവാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ അതിൻ്റെ അർത്ഥം എന്താണ്? നാം പാപം ചെയ്തു കഴിയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതാണ്, പലപ്പോഴും നാം ചെയ്യുന്ന പാപം അത് എന്തിൻ്റെ ഫലമാണ്? നമുക്ക് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെക്കാൾ ഉപരിയായിട്ട് ശരിക്കും നമ്മുടെ ആത്മാവിനെയാണത് വ്രണപ്പെടുത്തുന്നത്. ആത്മാവിനുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നാം പ്രധാനമായിട്ട് പാപം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പാപം ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവിനെ
നാം രോഗിയാക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് ക്ഷീണിക്കുകയും തളരുകയും ചെയ്യുമ്പോൾ ശരീരം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ കാണുവാനായിട്ട് തുടങ്ങും. പലപ്പോഴും നമുക്കറിയാം, നമ്മൾ പ്രാർത്ഥനയിൽ കുറച്ചൊക്കെ പുറകോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുറേയൊക്കെ പാപങ്ങളും നമ്മളൊരു നന്മ പ്രവൃത്തിയിലൂടെ അല്ലാതെ നാം ജീവിക്കുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന ആ ഒരു ആത്മാവിൻ്റെ ശോഷണം, അത് നമുക്ക് നമ്മുടെ ഫിസിക്കലായിട്ടും നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ചേഞ്ച് ആയിട്ടും ഒരു നെഗറ്റീവ് ചേഞ്ച് ആയിട്ട് നമ്മുടെ ശരീരത്തിലും അത് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, ദൈവകരുണയിലേക്കുള്ള അഭയം. അതിനുള്ളതായ റെഫറൻസ് എന്ന് പറയുന്നത് 131 സങ്കീർത്തനം 1 വാക്യമാണ്. കർത്താവെ, ആഴങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. അപ്പോൾ ഇവിടെ അനുതാപത്തിലേക്ക് നാം വന്നു കഴിയുമ്പോൾ അവിടെയുള്ള ഒരു തിയോളജിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത്, ഒരു പാപി അനുതാപത്തിന്റെ അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ആശ്രയിക്കാനും അഭയപ്പെടാനും മറ്റാരുമില്ല, അല്ലെ? ഈ ലോകത്തിലെ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിലും നമുക്ക് ദൈവകരുണയിലേക്ക് മാത്രമാണ് നമുക്ക് അഭയം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരുണ എത്രമാത്രം ആഴമേറിയതാണ്, അതിലേക്കാണ് അനുദപിക്കുന്ന ഒരുവൻ ആശ്രയിക്കുന്നത്. അപ്പം ഇവിടെ അടുത്ത ഒരു കൊട്ടേഷൻ പറയുന്നത് സിറിയയിലെ മാർ അഫ്രേം, അദ്ദേഹം പറയുന്നത്, കരുണയാണ് ദൈവത്തിൻ്റെ സിംഹാസനം, അനുതാപിയാണ് അവിടെ ധൈര്യത്തോടെ സമീപിക്കാവുന്ന ആൾ. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനമായിട്ട് തന്നെ കാണുന്നത് കരുണ, ഗോഡ്സ് മേഴ്സി. അല്ലെ? നമ്മുടെ പ്രാർത്ഥന തന്നെ നമുക്കതറിയാം, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ്. നമുക്ക് ദൈവത്തിൻ്റെ കരുണയിലാണ് ക്രിസ്ത്യാനികളെ എന്നായും ആശ്രയിക്കുന്നത്. അപ്പോഴവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കരുണയാണ് ദൈവത്തിൻ്റെ സിംഹാസനം. എന്താണ് ദൈവത്തിൻ്റെ സിംഹാസനം? കരുണയാണ്. അവിടെ ആർക്കാണ് ധൈര്യത്തോടെ കടന്നു ചെല്ലാൻ സാധിക്കുന്നത്? അനുതാപിക്കാണ് ആ കരുണയുടെ സിംഹാസനത്തിൽ കടന്നു ചെല്ലുവാനായിട്ട് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ സാധിക്കുന്നത്. അടുത്തത് നാലാമത്തെ പോയിന്റ്, പുതിയ സൃഷ്ടിയാകുമെന്ന പ്രത്യാശ. അപ്പോൾ ഇവിടെ പറയുന്നത് സങ്കീർത്തനം 51 അധ്യായത്തിന്റെ 10 വാക്യം. നമുക്കറിയാം, ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുന്നത് എന്താണ്? അനുതാപത്തോടുകൂടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് ഒരു പുതിയ സൃഷ്ടിയാക്കി എന്നെ മാറ്റണമെന്നുള്ളതാണ്. 51 സങ്കീർത്തനം 10 വാക്യത്തിൽ നമുക്കറിയാം, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കേണമേ. ഒരു പുതിയ സൃഷ്ടിയാകണം, പുതുക്കം വരുമെന്നുള്ള ഒരു പ്രത്യാശ. അതാണ് അനുതാപ സങ്കീർത്തനങ്ങളുടെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ദൈവശാസ്ത്ര ഘടന എന്ന് പറയുന്നത്. ഇവിടെ അടുത്ത ഒരു കൊട്ടേഷനും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്താനാസിയോസ്, അദ്ദേഹം പറയുന്നു, ദൈവം മനുഷ്യനോട് ക്ഷമിച്ച് അവനെ പുതുക്കിയാണ് രക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ റെഫറൻസ് ഓർത്തോളൂ, 51 സങ്കീർത്തനം 10 വാക്യം. അപ്പോൾ നമ്മൾ ഈ 4 പോയിന്റുകൾ പഠിച്ചു കഴിഞ്ഞു. ഇത് വളരെ പ്രത്യേകമായിട്ട് പഠിക്കുക. ഓരോന്നിൻ്റെയും ഏത് ബൈബിൾ സങ്കീർത്തനമാണ് റെഫറൻസ് എന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ കൊടുത്തിരിക്കുന്ന കൊട്ടേഷൻസുകൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് പഠിക്കുക. അത് ഓരോരുത്തരും ആരാണെന്നുള്ള അവരുടെ ആ സ്ഥല നാമങ്ങളോടുകൂടിയാണ് പേരുകൾ കാണുന്നത്. അതും കൂടെ പ്രത്യേകമായിട്ട് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ വന്നാൽ എഴുതാൻ ഭാഗത്തിന് പഠിക്കുക. ഇനി അടുത്തതായിട്ട് പ്രധാനമായ ഒരു ടോപ്പിക് എന്ന് കാണുന്നത് സഭയുടെ ആരാധനയും അനുതാപ സങ്കീർത്തനങ്ങളും. അപ്പോൾ ഇവിടെ പറയുന്നത് സഭയുടെ ആരാധനയിൽ അനുതാപ സങ്കീർത്തനങ്ങൾ ഉപയോഗിക്കുന്നത് എപ്പോൾ? അതാണ് പ്രധാനമായിട്ടും അവിടെ കാണുന്നത്. നമുക്കറിയാം, ഉപവാസ കാലങ്ങളിലും കുമ്പസാര ശുശ്രൂഷയിലും അതുപോലെ തന്നെ രാത്രിയാമ പ്രാർത്ഥനകളിലൊക്കെയും 51 സങ്കീർത്തനമൊക്കെയും നാം നമ്മുടെ പ്രാർത്ഥനകളിൽ കൂടുതലായിട്ട് നാം ചേർത്തിരിക്കുന്നു. അപ്പോഴതാണ് പ്രധാനമായിട്ടും ഓർക്കേണ്ടത്. അനുതാപ സങ്കീർത്തനങ്ങൾ ആരാധനയിൽ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ മറ്റൊരു കൊട്ടേഷൻ ഉള്ളത് സരൂഗിലെ വിശുദ്ധ യാക്കോബ്, അദ്ദേഹം പറയുന്നു, സഭ അനുദപിക്കുമ്പോൾ ദാവീദിന്റെ കണ്ണുനീർ അവളുടെ ഭാഷയാകുന്നു. എന്താണ് ദാവീദിന്റെ കണ്ണുനീർ? ദാവീദിന്റെ കണ്ണുനീർ എന്ന് പറയുന്നത് ഈ അനുതാപ സങ്കീർത്തനങ്ങളെയാണ്. അതായത് ദാവീദ് അനുതാപത്തോടുകൂടി കണ്ണുനീരോടുകൂടി ചൊല്ലിയ പ്രാർത്ഥനകളാണ് ഈ അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സഭ അനുദപിക്കുന്ന സമയത്ത്, അതാണ് നമ്മൾ വിശുദ്ധ കുമ്പസാരത്തിന്റെ ശുശ്രൂഷയിൽ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കൂടുതലും എന്താ ചെയ്യുന്നത്, ഏതാണ് ഉപയോഗിക്കുന്നത്? ഈ ദാവീദിന്റെ കണ്ണുനീർ എന്ന് പറയുന്ന ഈ അനുതാപ സങ്കീർത്തനങ്ങളാണ് നമ്മൾ കൂടുതലും കുമ്പസാരത്തിന്റെ സമയത്തും നമ്മൾ അനുദപിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. അതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, സഭ സമൂഹത്തിന്റെ പൊതുശുദ്ധീകരണമായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭ കാണുന്നത് എന്താണ്? അനുതാപത്തെയാണ് പൊതുശുദ്ധീകരണമായിട്ട് മലങ്കര ഓർത്തഡോക്സ് സഭ കാണുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട
ഹെഡിങ് എന്ന് പറയുന്നത് ആധ്യാത്മിക വ്യാഖ്യാനങ്ങൾ. അതായത് അനുതാപത്തിന് നൽകിയിരിക്കുന്ന ആധ്യാത്മികമായിട്ടുള്ള വ്യാഖ്യാനം അല്ലെങ്കിൽ വിശുദ്ധ വേദ പുസ്തകത്തെ അടിസ്ഥാനമാക്കി 3 തലത്തിലാണ് ഈ അനുതാപത്തെ നാം വിശകലനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ആ ഒരു അടുത്ത 3 പാരഗ്രാഫുകൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഒന്നാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് അനുതാപത്തെ പഴയ നിയമത്തിൽ എങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നു, അതുപോലെ രണ്ടാമത്തെ പാരഗ്രാഫിൽ അനുതാപത്തെ പുതിയ നിയമത്തിൽ എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു, മൂന്നാമത്തെ പാരഗ്രാഫിൽ അപ്പോസ്തല പ്രവർത്തികളിൽ അല്ലെങ്കിൽ പ്രസംഗങ്ങളിൽ അനുതാപത്തെ എങ്ങനെയാണ് ശിഷ്യന്മാരെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ ചുരുക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചു കൊള്ളാം. ഒന്നാമത്തേത് പഴയ നിയമത്തിൽ പ്രധാനമായിട്ടും റിട്ടേൺ ടു ഗോഡ്, ദൈവത്തിലേക്കുള്ള ഒരു മടങ്ങി വരവാണ് പഴയ നിയമത്തിൽ അനുതാപത്തിൻ്റെ ഒരു വിശകലനം അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക വ്യാഖ്യാനമായി കൊടുക്കുന്നതെങ്കിൽ, പുതിയ നിയമത്തിൽ അതായത് സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് ഒരു പിടിയും കൂടെ മുന്നിലേക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു രക്ഷയായിട്ടാണ്. അതായത് ഇന്റേണൽ സ്പിരിച്വൽ റിന്യൂവൽ, നമുക്ക് സ്വന്തമായിട്ടുള്ള അനുതാപം ഒരു ആന്തരികമായ ആത്മീയ അർത്ഥമാണ് ഇവിടെ കാണുന്നത്. അതായത് ഓരോ വ്യക്തിക്കുണ്ടാകുന്ന ആന്തരികമായ വ്യതിയാനങ്ങൾ, ആത്മീയമായ മാറ്റങ്ങൾ, അതാണ് പുതിയ നിയമത്തിൽ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിൽ പ്രധാനമായിട്ടും അനുതാപത്തെ രക്ഷയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. അതായത് സാൽവേഷനോട് ചേർന്നാണ് അനുതാപത്തെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് നോക്കിയാൽ പഴയ നിയമത്തിൽ ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവാണ് ഇവിടെ പ്രധാനം. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ, പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്കറിയാം ജനങ്ങളൊക്കെയും ദൈവത്തിൽ നിന്ന് അകന്ന് വിഗ്രഹാരാധനയിലും അധർമ്മത്തിലും മുഴുകിക്കഴിഞ്ഞപ്പോൾ അവിടെ പ്രവാചകന്മാർ വന്ന് ദൈവത്തിങ്കിലേക്ക് അനുദപിച്ച് മടങ്ങി വരണം എന്നുള്ള ആഹ്വാനമാണ് അവിടെ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അനുതാപത്തിൻ്റെ ഒരു പ്രധാന വ്യാഖ്യാനം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് റിട്ടേൺ ടു ഗോഡ്, ജനങ്ങളോട് മൊത്തത്തിൽ ജനങ്ങളോട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ആഹ്വാനമായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യമാണ് റെഫറൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. പൂർണ്ണ ഹൃദയത്തോടെ എന്നിലേക്ക് മടങ്ങി വരുവേ. അപ്പോൾ പഴയ നിയമത്തിൽ നമുക്കവിടെ ആ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം കൂടി പഠിക്കുവാനുള്ളത്, പഴയ നിയമത്തിൽ അനുതാപം അർത്ഥമാക്കുന്നത് എന്ത്. അപ്പം അങ്ങനെ പഴയ നിയമം, പുതിയ നിയമം, അപ്പോസ്തല പ്രവൃത്തികൾ, ഈ 3ഉം തിരിച്ചായിട്ട് പഠിക്കണം കേട്ടോ. 3ആയിട്ട് നിങ്ങൾ എഴുതിയിട്ട് പഠിക്കുക. പഴയ നിയമത്തിൽ അനുതാപം അർത്ഥമാക്കുന്നത് എന്ത്? ഒന്നാമത്തെ പാരഗ്രാഫിൽ അവിടെ പകുതി ഒരു മിഡിൽ ഭാഗത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് വിഗ്രഹാരാധന ഉപേക്ഷിക്കൽ, ദൈവത്തോടുള്ള വിശ്വസ്തത വീണ്ടെടുക്കൽ, നീതിയിലും വിശുദ്ധിയിലും ജീവിക്കൽ. അപ്പോൾ ഈ 3 പോയിന്റാണ് പഴയ നിയമത്തിൽ അനുതാപം എന്നത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഓർത്തൊള്ളുക, പഴയ നിയമത്തിൽ ജനങ്ങളോട് ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവാണ് ഈ അനുതാപത്തോടുകൂടി അല്ലെ അനുതാപത്തെ പ്രതി അർത്ഥമാക്കുന്നത്. അടുത്തത്, ദൈവം ശിക്ഷയേക്കാൾ എന്തിനെയാണ് ആഗ്രഹിക്കുന്നത്? ഒരു ഫിൽ ദ ബ്ലാങ്ക്സ് ആയിട്ട് നമുക്ക് ചോദിക്കുവാനായിട്ട് സാധ്യമുള്ളത്, ദൈവം ശിക്ഷയേക്കാൾ കരുണ ആഗ്രഹിക്കുന്നു. അപ്പം അങ്ങനെ ദൈവവുമായിട്ടൊരു സൗഹൃദം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ അനുതാപത്തിലൂടെ നാം പഠിക്കുന്നതായ പ്രധാന കാര്യം. ഇനി അടുത്തതിൽ ഇവിടെ 3 പേരെ ഇവിടെ പഴയ നിയമത്തിലെ 3 പേരെയും കൂടെ ഇവിടെ പറയുന്നുണ്ട്. അവിടെ പേര് യോന പ്രവാചകൻ, യെശയ്യാവ്, ഇരമ്യാവ്. അപ്പോൾ ഇതിനെ ചൊല്ലിയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവർ ഈ 3 പേരും എന്താണ് ചെയ്തത്? അനുതാപത്തെ നീതിയിലും ധാർമ്മികതയിലും പ്രകടമാക്കിയവരാണ്. അപ്പോൾ അവർ അനുതാപം ഉണ്ടായി എന്ന് മാത്രമല്ല, അവർ വളരെ ജനത്തോട് അല്ലെങ്കിൽ സമൂഹത്തോട് നീതിയോടും ധാർമ്മികതയോടും കൂടെ ആ അനുതാപത്തിൽ അവസ്ഥയിലായപ്പോൾ നീതിയിലും ധാർമ്മികതയോടുകൂടി അവർ പ്രവർത്തിച്ചു എന്ന 3 ഉദാഹരണങ്ങളാണ് ഈ 3 പേരെ കാണുന്നത്. ഒന്നാമത് യോന പ്രവാചകൻ, അദ്ദേഹം നിനവയ്ക്ക് നൽകുന്ന സന്ദേശം. രണ്ടാമത് യെശയ്യാ പ്രവാചകൻ ശുദ്ധീകരണത്തിനായി ജനത്തെ വിളിച്ചപേക്ഷിക്കുന്നു. മൂന്നാമത്തേത് ഇരമ്യാ പ്രവാചകൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ ജനങ്ങളെ ആഹ്വാനം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അനുതാപം എന്നത് നീതിയിലും ധാർമ്മികതയിലും പ്രകടമാകണം എന്നാണ് ഈ 3 പേരും നമുക്കിവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പുതിയ നിയമത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. പുതിയ നിയമത്തിലെ അനുതാപം എന്നുകൂടി കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇന്റേണൽ സ്പിരിച്വൽ മീനിങ് ആണ് ഇവിടെ കൂടുതൽ കാണുന്നത്. കൂടുതൽ ആന്തരിക ആത്മീയ അർത്ഥം എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 2 പേരെയാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണുന്നത്. ഒന്ന് സ്നാപക യോഹന്നാൻ, രണ്ടാമത് ക്രിസ്തു, യേശു ക്രിസ്തുവിനെയുമാണ് ഇവിടെ കാണുന്നത്. അപ്പം സ്നാപക യോഹന്നാൻ എന്താണ് ചെയ്തത്?
മത്തായി ശ്ലീഹയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ പറയുന്നത് എന്താണ്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ അനുദപിപ്പീൻ. അപ്പോഴേ നമുക്ക് സ്വർഗരാജ്യം ലക്ഷ്യമാക്കുക, അതായത് ഒരു വ്യക്തിക്കുണ്ടാവുന്ന ഒരു സ്പിരിച്വൽ ഇന്റേണൽ സ്പിരിച്വൽ മീനിങ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ക്രിസ്തു വിശുദ്ധ മർക്കോസ് ശ്ലീഹയുടെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. അപ്പോൾ ഈ 2 കോട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ പുതിയ നിയമത്തിൽ എന്താണ് അനുതാപം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 4 കാര്യങ്ങളാണുള്ളത്. അവിടെ പറയുന്നത് എന്താണ്? പുതിയ നിയമത്തിൽ അനുതാപം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് ഹൃദയത്തിന്റെ നവീകരണം, റിന്യൂവൽ ഓഫ് ദ ഹാർട്ട്. ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അങ്ങനെയാണ്. പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഹൃദയത്തിന്റെ നവീകരണം, വിശ്വാസത്തിന്റെ ഉദയം, റൈസ് ഓഫ് ഫെയ്ത്ത്, ആത്മീയമായ മാറ്റം. അപ്പോൾ ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ട ഒരു സ്പിരിച്വൽ റിന്യൂവൽ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ അതൊരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടതാണ്. ദൈവരാജ്യ പ്രവർത്തനം, ആ പ്രവേശനം, അങ്ങനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അർഹത നേടുക. ഈ 4 പോയിന്റുകളാണ് പുതിയ നിയമത്തിൽ അനുതാപം കൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തതായിട്ട് അപ്പോസ്തല പ്രവർത്തികളിൽ അനുതാപം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? രക്ഷ അല്ലെങ്കിൽ സാൽവേഷനെയാണ് അനുതാപം സൂചിപ്പിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടും കോട്ട് ചെയ്തിരിക്കുന്നത് വിശുദ്ധ പത്രോസ് ശ്ലീഹായുടെ പെന്തിക്കോസ്ത് ദിവസത്തിലുള്ള അനുതാപത്തിന് വേണ്ടിയിട്ടുള്ള പാപമോചനത്തിനായിട്ട് സ്നാനമേൽപ്പീൻ എന്ന്, അനുദപിച്ച് പാപമോചനത്തിനായിട്ട് സ്നാനമേൽപ്പീൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പെന്തിക്കോസ്തി ദിവസത്തിലുള്ള പ്രസംഗത്തെയാണ് അവിടെ കോട്ട് ചെയ്യുന്നത്. അനുതാപം എന്നുള്ളത് രക്ഷയിലേക്കുള്ള ഒരു മാർഗം, സാൽവേഷനിലേക്കുള്ള ഒരു മാർഗമായിട്ടാണ് അപ്പോസ്തല പ്രവർത്തികളിൽ കാണിക്കുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തികളിൽ എന്താണ് അനുതാപം അർത്ഥമാക്കുന്നത്? അവിടെയും 4 പോയിന്റുകളുണ്ട്. ഒന്ന് പാപസമ്മതം, ദൈവകൃപ സ്വീകരിക്കൽ, ആത്മീയ നവീകരണം, ദൈവ സൗഹൃദ പുനഃസ്ഥാപനം. അങ്ങനെ 3 പോയിന്റുകളായിട്ടാണ് ഈ ആധ്യാത്മിക വ്യാഖ്യാനം, അതായത് അനുതാപ സങ്കീർത്തനങ്ങളുടെ ആധ്യാത്മിക വ്യാഖ്യാനമായിട്ട് ഈ 3 തലത്തിലാണ് നാം അതിനെ കാണുന്നത്. ഇനി അടുത്തതായിട്ട് ഇവിടെ പറയുന്നു 11-ാമത്തെ പേജിൽ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നു ജീവിതകാലം ഒട്ടുക്കുമുള്ള ആത്മീയ യാത്രയാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനുതാപം ഒരു തവണ ചെയ്യേണ്ട കാര്യമല്ല. പലപ്പോഴും നമുക്കുണ്ട് ആണ്ടുകുംഭസാരം എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത്. എന്നാൽ നമ്മെ സഭ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തക പ്രകാരം അനുതാപം എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴൊക്കെ പാപം ചെയ്തു എന്ന് തോന്നുന്നു, എപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകുന്നു, അപ്പോഴൊക്കെയാണ് അനുദപിച്ച് വിശുദ്ധ കുംഭസാരത്തിലേക്ക് നാം കടന്നു വരേണ്ട കാര്യമാണെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി അവിടെ മറ്റൊരു പ്രധാന കാര്യം, ഒരു ചോദ്യമാണ് യഥാർത്ഥ അനുതാപത്തിന്റെ ലക്ഷണങ്ങൾ എന്ത്? അത് ആ പാരഗ്രാഫിന്റെ ലാസ്റ്റ് ഉണ്ട്. യഥാർത്ഥ അനുതാപത്തിന്റെ ലക്ഷണങ്ങൾ 3 കാര്യമാണ്. ഒന്ന് പാപത്തെക്കുറിച്ചുള്ള ഹൃദയവേദന. അപ്പോൾ സങ്കീർത്തനം 51 ഫുള്ള് വായിക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ഹൃദയവേദനയോടുകൂടിയാണ് ദാവീദ് രാജാവ് ആ സങ്കീർത്തനം പറയുന്നത്. പിന്നെ അടുത്തത് 2-ാമത്തെ അനുതാപത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് വിശ്വാസം. അനുദപിക്കുന്ന ഒരുവന് ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരിക്കണം. അതുപോലെ അനുസരണം, ദൈവത്തോടുള്ള അനുസരണ ഭാവവും ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളാണ് യഥാർത്ഥ അനുതാപത്തിന്റെ ലക്ഷണങ്ങളായിട്ട് കാണുന്നത്. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആയിട്ടുള്ളത് അനുതാപത്തിന്റെ കാലിക പ്രസക്തി എന്താണ്? അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ആധുനിക കാലഘട്ടം പാപത്തെയൊക്കെ വളരെ നിസാരവൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം ടു മേക്ക് എർസ് ഹ്യൂമൻ, അല്ലെങ്കിൽ തെറ്റുകൾ മനുഷ്യ സഹജമാണ് എന്നുള്ള നമുക്കൊരു പതിവ് വാക്യം നമുക്കുണ്ട്. എപ്പോഴും തെറ്റുകൾ ചെയ്തു പോകുമ്പോൾ നമുക്കൊരു ന്യായീകരണമുണ്ട്. ഞാൻ മനുഷ്യനായതുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തു പോകും, ദൈവത്തിന് മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ഹോളി ആയിരിക്കാൻ സാധ്യമുള്ളൂ എന്നൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ ചിന്തകളാണ്. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പാപം എന്നുള്ളത് പലപ്പോഴും അതിനെപ്പറ്റി ചിന്തിക്കുവാൻ പോലും സമയം എടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാപാവസ്ഥയെ തിരിച്ചറിയുവാനോ അനുദപിക്കുവാനോ ഒരു സാഹചര്യമൊന്നും ഇന്നത്തെ തലമുറ കാണിക്കുന്നില്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ അനുതാപ സങ്കീർത്തനങ്ങൾക്ക് അതിൻ്റെതായ കാലിക പ്രസക്തി ഉണ്ട്. അപ്പോൾ ഈ അനുതാപ സങ്കീർത്തനങ്ങൾ നമ്മെ ശരിയായ ആത്മപരിശോധനയിലേക്കും വിനയത്തിലേക്കും നമ്മെ തിരികെ വിളിക്കുവാനായിട്ട് ഇടയാകും. അപ്പോൾ പാപത്തെക്കുറിച്ചൊരു ബോധ്യം നൽകുവാനായിട്ടൊക്കെയും ഈ അനുതാപ സങ്കീർത്തനങ്ങൾ നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിലൂടെ ശരിയായ ഒരു ആത്മപരിശോധനയ്ക്കും അനുതാപത്തിലേക്ക് വരുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ അനുതാപ
സങ്കീർത്തനം എന്തിൻ്റെയൊക്കെ സംഗമമാണ് എന്ന് പറയുന്നത്? മനുഷ്യൻ്റെ തകർച്ചയും ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെയും സംഗമമാണ് അനുതാപ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു അധ്യായത്തിൽ ഇവിടെ പൂർത്തിയാകുമ്പോൾ ഇതൊരു അനുതാപ സങ്കീർത്തനങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്, മീനിങ്ങുകൾ പഠിക്കുവാനുണ്ട്, അതുപോലെ പല കൊട്ടേഷൻസ് പഠിക്കുവാനുണ്ട്. അതൊക്കെ പ്രത്യേകമായിട്ട് വേർതിരിച്ച് പഠിക്കുക. അതുപോലെ അനുതാപ സങ്കീർത്തനങ്ങളുടെ ദൈവശാസ്ത്ര ഘടന, തിയോളജിക്കൽ സ്ട്രക്ചർ 4 പോയിന്റായിട്ട് നമ്മൾ കണ്ടു. പിന്നെ അനുതാപം എന്ന പദത്തിൻ്റെ ഏതൊക്കെയാണ്, എബ്രായ പദം കണ്ടു, ഗ്രീക്ക്, സുറിയക്ക്, ഇതെല്ലാം നമ്മൾ ഓരോ വാക്കുകളും അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാഖ്യാനവും എഴുതിയിട്ട് പഠിക്കുക. അതുപോലെ ആധ്യാത്മിക വ്യാഖ്യാനം, അനുതാപത്തിൻ്റെ ആധ്യാത്മിക വ്യാഖ്യാനം 3 തലത്തിലാണ് നാം കണ്ടത്. പഴയ നിയമം, പുതിയ നിയമം, അപ്പോസ്തല പ്രവൃത്തികൾ എന്ന് നാം കണ്ടു. ഒടുവിൽ കാലിക പ്രസക്തി, അനുതാപ സങ്കീർത്തനങ്ങളുടെ കാലിക പ്രസക്തിയും പറയുന്നതിലൂടെ ഈ 1-ാമത്തെ അധ്യായം ഇവിടെ തീരുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2-ാമത്തെ അധ്യായം പഠിക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാവിധമായിട്ടുള്ള ആശംസകളും, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുവാനുള്ള ആശംസകൾ നൽകുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.